നബിയുടെ പേര് ഹജബിന്റെ ഒളിയായി പതിവായി ചെല്ലുന്നു പരിഹാരം ആമിനെ ബീബി ജനിച്ചു മരിച്ചു രുചിച്ചു കൊതിച്ച് ചുരിച്ച് മനമുള്ള സ്വരുകബുനെ മുത്തിൽ മതി അപത്താളത്തിടുന്നേ അൽബിൽ പേട്ട മുളപത്താളങ്ങൾ തരം നബിയുടെ പിറകു അജബിന്റെ ഒളിയായി പതിവായി ചെല്ലുന്നു പരിഹാരം വരവും ആമിനെ ബീബി ജനിച്ചു മരിച്ചു ചുറ്റു കൊതിച്ച് ചുരിച്ച് മനമുള്ള സ്വരുകബുനെ മുത്തിൽ മതി അപത്താളത്തിടുന്നേ അൽബിൽ പേട്ട മുളപത്താളങ്ങൾ തരം ഇഷ്ക് കൊണ്ട് മദഹ് പാടി മദീന തേടും പാവിയെ ഇല്ല നബിയെ എന്നിലങ്ങല്ലാതൊരാശ്രയവേദിയെ ഇഷ്ക് കൊണ്ട് മദഹ് പാടി മദീന തേടും പാവിയെ ഇല്ല നബിയെ എന്നിലങ്ങല്ലാതൊരാശ്രയവേദിയെ ഇഷ്ടമാണ് നബിയെ നഷ്ടമില്ല ഈ പ്രണയത്തിലൊട്ടും ഇഹബലാവിജയം ഇരയോ നൽകിടും ഈ പ്രണയ നേട്ടം ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയെ ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയെ മുത്തിലും മുത്തായ നബിയെ കാണണം ഈ കണ്ണിൽ മുത്തണം തിരുമുസ്തഫ നബി കരമിലൊന്ന് നേരിൽ ഒബ്ബത്തുൽ ഹദ്റാഇൻ ചാരെ വന്നിടുന്നൊരു നാളിൽ ഒബ്ബിനാൽ തിരുമത് പാടി ലയിക്കണം ആ മണ്ണിൽ ജന്മം കൊണ്ട് അനുഗ്രഹമാണ് ദർശിക്കാണല്ലോ നാം എന്നുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു മഹാദുരന്തത്തിന്റെ വേദനയായിരുന്നു നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഞാനും ചോദിക്കട്ടെ, എവിടേക്കാണ് നമ്മുടെ ഈ പോക്ക്? നന്മയും തിന്മയും തമ്മിലുള്ള അതിർത്തികൾ ഇല്ലാതാവുന്ന കാഴ്ചകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ബേക്കോത്തിലും തുള്ളിച്ചാടാനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. തട്ടമിട്ടും പത്തരിച്ചും വരെ ആടാനും തുള്ളാനും മടിയില്ലാത്തവരായി നാം മാറും. ആഘോഷവും ആചാരങ്ങളും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ലജ്ജ ഇല്ലാതാകുന്നോ, ചെയ്ത ലക്ഷ്യം എന്തെന്നറിയാതിരിക്കുന്നു. കനിയും വിനോദം മാത്രമാണ് സ്ഥിതി വന്നിരിക്കുന്നു. എന്നാൽ ഈ ആണ്ടമെന്നും ഉണ്ടാകുമോ? ഒരു വേളത്താർക്ക് പോകുമ്പോൾ ജീവിതം തിരിച്ചിലേക്ക് പിറകിലേക്ക് മാറിപ്പോകുന്നു. ചിന്തിക്കേണ്ട മനുഷ്യ, ചിന്തിക്കേണ്ട സഹോദരി, ഈ ജീവിതം നശ്വരമാണ്, നിൽക്കുമഴ പോലെയാണ്. അല്പം ഗൗരവത്തോടെ ഈ ജീവിതം കാണാൻ ഇനിയും കഴിയേണ്ടതുണ്ട്. നാം വിഡ്ഢികളായി മാറിക്കൂടാ. നാഥൻ നമുക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ആമീൻ.